ഹലോ, നമസ്കാരം. ഇത് PVC പൈപ്പിലാണ് ചെയ്തത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ആദ്യമായിട്ട് നമ്മളൊരു 2 അടി നീളത്തിലൊരു 4 ഇഞ്ച് PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്കെച്ച് നമ്മൾ ചെയ്യുകയാണ്. പെൻസിൽ വെച്ച് അതിലൊന്ന് വരയ്ക്കുകയാണ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബേഡിൻ്റെ ഏകദേശ രൂപം ഞാനതെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ആ വരച്ച പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ആദ്യമേ തന്നെ നമുക്ക് അതുപോലെ അങ്ങ് അത്ര ഷാർപ്പായിട്ടും ആ കർവൊന്നും അത്ര കറക്റ്റായിട്ട് എടുക്കത്തില്ല. പക്ഷേ ഇത് കട്ട് ചെയ്ത് വേറെ പീസാക്കിയിട്ട് നമുക്കത് കൂടുതൽ ഭംഗിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ വരച്ചതനുസരിച്ചെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജൊക്കെ ഇനി ഒന്ന് ഷാർപ്പ് ചെയ്യണം. അത് പിന്നീടായാലും ചെയ്യാം. ഇനി ഇത് ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ചിറകുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ ആ ചിറകുകളൊക്കെ ഷേപ്പ് ചെയ്യാൻ കൂടുതൽ സൗകര്യമായിരിക്കും. കുറേ കൂടെ നല്ല ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ PVC പൈപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്രയൊന്നും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല.
പേപ്പറൊക്കെ ഇട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ വൈറ്റ് പെയിൻ്റാണ് അടിക്കുന്നത്. ഇത് പല രീതിയിൽ അടിക്കാം. നമുക്ക് റെഡോ ഏതൊക്കെ കളറിലാണ് നമ്മുടെ മനസ്സിന് ഏതാ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലൊക്കെ ചെയ്തെടുക്കാം. അതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് ഞാനൊരു ചെറിയ സ്ക്രൂ ആണ് വെക്കുന്നത്. സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പെയിൻ്റ് അടിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഇതിൻ്റെ ഫെദറിന് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ഇവിടെ ബ്ലൂ അവൈലബിൾ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ബ്ലൂ കൊടുക്കുന്നത്. ഇത് റെഡോ ബ്ലാക്കോ ഏത് വേണമെങ്കിലും ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. ഏകദേശം ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വെക്കുന്നത് നമ്മുടെ ലിവിങ് റൂമിലാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഇങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക.